إسلامي وإيماني أضاء الكون وزمن بإسلامي وإيماني أضاء الكون وزمن بإسلامي وإيماني أضاء الكون والزمن بإسلامي وإيماني. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരളക്കരയിലേക്ക് ചില മുടിയിഴകൾ കൊണ്ടുവരികയും അതിന്റെ സത്യാവസ്ഥ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രകടിപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്ത വിഘടിത വിഭാഗം അവസാനം പിച്ചും പേയും പുലമ്പുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥാവിശേഷത്തിലാണ് ചില വസ്തുതകൾ കൂടി സമൂഹത്തിന്റെ മുമ്പിലേക്ക് തുറന്നു പറയാൻ നമ്മൾ നിർബന്ധിതരായിത്തീരുന്നത്. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈലി അമ്പലക്കടവിന് ഇവരുടെ മുടി ദാതാവ് തന്നെ മുടി നൽകുകയും അതിന് നൽകാൻ മറ്റ് പരമ്പരകളോ സനതുകളോ കൈമാറ്റ ശൃംഖലകളോ ഇല്ല എന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തതിനപ്പുറം അത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പുറത്തു വന്നതോടുകൂടിയുള്ള ജാള്യത മറച്ചുവെക്കാൻ വിഘടിത മുഷാവറ എന്ന് പറയുന്ന സംഘടനയും അവയുടെ കീഴ്ഘടകങ്ങൾ എന്ന് പറയുന്ന ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന സംഘടനകളും ഭയപ്പെട്ടു നിൽക്കുമ്പോൾ അണികളെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ചില പകിടകളികൾ ചില മൂലകളിൽ നിന്നുകൊണ്ട് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെ വീണ്ടും ഒരുമിച്ച് കൂടേണ്ടി വന്നത്. ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ, ഒരു കാര്യം അവർ സമ്മതിച്ചതിന് വളരെ നന്ദി. അവരുടെ സ്വഭാവം അനുസരിച്ച് അതല്ലായിരുന്നു നാം പ്രതീക്ഷിച്ചിരുന്നത്. ഈ ജാലിയാവാലായിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്കും മുടി കിട്ടിയത്. അത് വേറെ ജാലിയാവാലയല്ല. ഇതേ ജാലിയാവാലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് ലഭിച്ച, അതാ AP നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുന്നു, എനിക്ക് 6 വർഷം മുമ്പ് കിട്ടിയതായ അതേ ജാലിയാവാലായിൽ നിന്ന് തന്നെയാണ് അവരും മുടി സംഘടിപ്പിച്ചത് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ആ സമ്മതിക്കുന്ന ഭാഗം ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക. അങ്ങനെ പറഞ്ഞ് ഇപ്പൊ അവസാനം എവിടെ എത്തി? മർക്കസുത്തഖാഫത്ത് സുന്നിയയിൽ 6 കൊല്ലം മുമ്പ് ലഭിച്ച ഷഹർ മുബാറക്ക് എവിടെ നിന്നാണോ എനിക്ക് കിട്ടിയത് അവിടെ പോയിട്ട് ഇവരും വാങ്ങി. എവിടെ നിന്നാണോ അദ്ദേഹത്തിന് കിട്ടിയത് അവിടെ നിന്ന് തന്നെയാണ് നമ്മളും വാങ്ങിയത് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഉയറി നടക്കുന്നതായ അദ്ദേഹം ഒരു ബഡായി പൊട്ടിക്കുന്നുണ്ട്. ദാറുൽ ഹുദായിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുടി നൽകിയത് എന്ന്. അതെന്തിനാ അങ്ങനെ പറഞ്ഞതെന്നറിയോ? ഇഖ്ബാൽ വലി ജാലിയ വാല എന്ന് പറയുന്ന മനുഷ്യൻ എല്ലാവർക്കും അങ്ങനെ മുടി കൊടുക്കുന്ന ആളൊന്നും അല്ല. ഈ ദാറുൽ ഹുദായിലെ കുട്ടികളൊക്കെ കാണിച്ചു കൊടുത്ത് അവിടുത്തെ വലിയ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്തി അതിന്റെ മുമ്പിൽ ഒരു കുബ്ബയുണ്ടാക്കുന്ന അവിടെ നിങ്ങളെ ഫോട്ടോയും പേരും ഒക്കെ എഴുതി വെക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ മുടി കൈപ്പറ്റിയത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ ഭാഗവും കൂടി ഒന്ന് കേൾക്കുക. ചെമ്മാട് ദാറുൽ ഹുദ എന്നൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, ആ സ്ഥാപനത്തിന്റെ കുട്ടികളെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, എന്നിട്ട് ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇതിന്റെ മുകളിൽ ഞങ്ങളൊരു കുബ്ബയുണ്ടാക്കും, ഗ്ലാസ് വെച്ചിട്ട് നല്ല കുബ്ബയുണ്ടാക്കി അതിൽ ഞങ്ങൾ സൂക്ഷിക്കും, നിങ്ങളെ പേര് അവിടെ എഴുതും, എന്നിട്ട് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ദുആ കിട്ടും, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക്ക് തരണമെന്ന് കേണപേക്ഷിച്ചപ്പോൾ എനിക്ക് തന്ന ആൾ അവർക്കും കൊടുത്തു. അങ്ങനെ ഒന്ന് ലോകത്ത് സംഭവിച്ചിട്ടില്ല. ദാറുൽ ഹുദായിലേക്കെന്ന് പറഞ്ഞ് നമ്മൾ മുടി ആവശ്യപ്പെട്ടിട്ടില്ല. എന്തോ കാട്ട് പറഞ്ഞു വിടുക. പിന്നെ എന്താ ആവശ്യപ്പെട്ട്? നിങ്ങളല്ല അന്വേഷിക്കാൻ പോയാല്? ഇന്നലെ ഇവിടെ വന്നിട്ട് ഒരു ചങ്ങായി വല്ലാണ്ട് ബടായി പൊട്ടിച്ചല്ലോ. എന്താ കണ്ടില്ലായിരുന്നോ ആ അപേക്ഷാ ഫോറം? ആ അപേക്ഷാ ഫോറത്തിലുള്ളത് ദാറുൽ ഹുദായിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണോ ഞങ്ങൾ അപേക്ഷിച്ചത്? നിങ്ങളും പോയി ആരും ഏത് വ്യക്തിയും ചെന്നുകൊണ്ട് അപേക്ഷിച്ചോളൂ. 3/4 മുടക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കിട്ടും, സംശയിക്കണ്ട. ഇങ്ങനത്തെ ഒരു ആഗോള മുടി വിൽപ്പന ശൃംഖലയിലെ കണ്ണിയായ ഇഖ്ബാൽ വലി ജാലിയ വാല എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നാണ് 6 വർഷം മുമ്പ് മുടി പറ്റിയത്. രണ്ടാമതായിക്കൊണ്ട് ആ മുടി
അബൂദാബിയിലേക്ക് കടത്തുകയും അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് വെളുപ്പിക്കുവാൻ എന്നുള്ള രൂപത്തിൽ വിശ്വാസ്യത ഉണ്ടാക്കി എടുക്കുവാൻ വേണ്ടി അതിന്റെ സ്വീകാര്യത വരുത്തി തീർക്കുവാൻ വേണ്ടി കൊണ്ടുവന്നു. രണ്ടിന്റെയും ഉത്ഭവം അത് ഇവിടെ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്കത് പരിശോധിച്ചു നോക്കാം. അപ്പോൾ ദാറുൽ ഹുദായിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുടി വാങ്ങിയതായോ മുടിക്ക് വേണ്ടി അപേക്ഷിച്ചതായോ തെളിയിക്കാൻ കാന്തപുരത്തിനോ കാന്തപുരത്തിന്റെ പിന്നിലുള്ള ഏതെങ്കിലും കുഞ്ഞാടുകൾക്കോ സാധ്യമല്ല. വെറുതെ പറയും, എന്തായാലും പറയല. ഇവിടെ വന്ന് വല്ലാതെ ബടായി അങ്ങോട്ട് പൊട്ടിച്ചു പോയല്ലോ. കാന്തപുരത്തിനെ പിന്തുടരാൻ സാക്ഷാൽ നൗഷാദ് അഹ്സനിക്ക് അർഹതയുണ്ട്. കാരണം കാന്തപുരത്തിന്റെ എല്ലാവിധ സ്വഭാവവും മേളിച്ച ആളാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ നുണ പറയുന്നതിന് യാതൊരു മടിയുമില്ല. ഇവിടെ വന്നുകൊണ്ട് ഉസ്താദുമാരുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് കടന്നു വന്നല്ലോ. ഈ പണി നിർത്തിയേക്കുക, ഇല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം അത് നിർത്തിക്കാൻ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ ഒന്നും മനസ്സിലാക്കാതെയാ ഇതിനിറങ്ങിയത് എന്നോ? ഇത് ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പടുത്തുയർത്തിയ സംഘടനയാ. ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദും ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദും ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദും ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ കാണിച്ചു തന്ന പാന്താവിലൂടെയാ ബഹുമാനപ്പെട്ട കാലമ്പാടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സമസ്തനെ ഒന്നായിട്ട് പൊളിക്കാൻ വന്ന മനുഷ്യനല്ലത്. മൂപ്പര് പറഞ്ഞത് അങ്ങനെ. കീശേരി ഞങ്ങളുമായി സംവാദം വ്യവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടി കടന്നു വന്നു അദ്ദേഹം. പച്ച പൊള്ളു പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞ് സംവാദത്തിൽ നിന്ന് ഊരാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: നിങ്ങൾ മാർക്കസിനെയും കാന്തപുരം ഉസ്താദിനെയും പൊളിക്കാൻ വന്ന ഞങ്ങൾ നിങ്ങളെ മാർക്കസിനെ ഒന്നായിട്ട് പൊളിക്കാൻ വന്ന നടക്കൂല. പലരും വന്നതാ. APN വന്നതിനല്ലോ സമസ്തനെ ഒന്നായിട്ട് പൊളിക്കാൻ. എന്നിട്ട് നടന്നോ? ഇല്ല. അത് നടക്കാമെന്ന പൂതി ആർക്കും വേണ്ട. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, തഖ്വയിൽ അസ്ഥിവാരമിട്ട ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ തകർക്കാനോ അതിന്റെ നേതാക്കന്മാർ ഉന്നയിച്ചതായ ആശയഗതികളെ ചോദ്യം ചെയ്യാനോ കാന്തപുരമല്ല അദ്ദേഹത്തിനെ അനുകരിക്കുന്ന ഓരോ ഒറ്റ കുട്ടിയും വളർന്നിട്ടില്ല. ഇനി നോക്കാം.